ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ലോ ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ആൻഡ് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക്സ് ഒക്കെ പറഞ്ഞായിരുന്നു. എന്താണ് ടാക്സേഷൻ എന്നും ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാനൺസ് ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക, അന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ടാക്സസ് ആണ്. അതായത് ടാക്സസ് ഏതൊക്കെ തരത്തിലാണുള്ളത്. അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി ടാക്സ് 2 ടൈപ്പാണ് വരുന്നത്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. അതിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഒരു കമ്പൽസറി എക്സാക്ഷൻ ആണ്. ഒരു അതോറിറ്റി ആയിരിക്കും അത് കളക്ട് ചെയ്യുന്നത്, ലോ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലായിരിക്കും കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പം ഒരു അതോറിറ്റിയുടെ മുന്നിൽ ആരാണോ പേയ്മെൻറ്റ് നടത്താൻ ബൗണ്ടഡ് ആയിട്ടുള്ള ആൾ, ആ ഒരാൾ ഡയറക്റ്റ്ലി അത് പേ ചെയ്യുകയാണ്. അപ്പോൾ ടാക്സ് കളക്ട് ചെയ്യാൻ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയുടെ മുന്നിൽ പേയ്മെൻറ്റ് ആരാണോ നടത്തേണ്ടത് എന്ന് വെച്ചാൽ ആരാണോ ബാധ്യസ്ഥനാക്കപ്പെട്ടിരിക്കുന്നത് ആ ഒരാൾ ഈ ഡയറക്റ്റായിട്ട് തന്നെ ടാക്സ് പേ ചെയ്യുകയാണ്. അതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം ആരടുത്തു നിന്നാണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ ഒരാൾ തന്നെ ആയിരിക്കും അത് പേ ചെയ്യുന്നത്. ഇപ്പം ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ് എന്നൊക്കെ പറയുമ്പം നമുക്ക് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കാൻ ബൗണ്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ്ലി ആ ടാക്സ് അടയ്ക്കുമ്പം അത് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. അതാണ് ഇൻകം ടാക്സും വെൽത്ത് ടാക്സ് ഒക്കെയാണ് ഡയറക്റ്റ് ടാക്സുകൾക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ ബേർഡൻ ഒരാൾക്കും അതേസമയം അൾട്ടിമേറ്റ് ബേർഡൻ വേറൊരാളുടെ മേലെ ആയിരിക്കും വരുന്നത്. അപ്പം ഇവിടെ ഇൻഡയറക്റ്റ് ടാക്സിനകത്ത് ഇങ്ങനെ ബേർഡൻ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ആ ഒരു ബേർഡൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിൽ ടാക്സ്. അതായത് ഈ പറയുന്ന ഡീലർക്ക് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. എന്താണ്? അയാൾ വിൽക്കുന്ന ഗുഡ്സിൻ്റെ ആ ഒരു ഗുഡ്സിൻ്റെ സെയിൽ നടക്കുമ്പോൾ ടാക്സ് പേ ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ ആ ഡീലർക്കുണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം? ആ ഒരു ടാക്സ് ബയറിൻ്റെ അടുത്തു നിന്നായിരിക്കും വാങ്ങുന്നത്. അപ്പം he will be liable to pay tax even though he has not collected the tax from the person on whom the burden falls. അപ്പോൾ ശരിക്കും ആ സാധനം വാങ്ങുന്ന ആളുടെ അടുത്ത് നിന്ന്, അതായത് ഈ ബയറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങണം എന്നാണ്, ഒരു കളക്ട് ചെയ്യണം എന്നാണ്. അഥവാ കളക്ട് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഡീലർ എന്ത് ചെയ്തിരിക്കണം? ആ ടാക്സ് പേ ചെയ്തിരിക്കണം, ഈവൻ ദോ അയാൾക്കല്ല ബേർഡൻ വരുന്നതെങ്കിൽ പോലും. അപ്പം ഇനീഷ്യൽ ബേർഡൻ എന്ന് പറയുന്നത് ഡീലറിനാണെങ്കിലും അൾട്ടിമേറ്റ് ബേർഡൻ ആർക്കാണ്? ബയറിനാണ് ഉള്ളത്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നത് ഒരു ഇൻ്റർമീഡിയറിയിലൂടെയാണ്. അപ്പം ഇനീഷ്യൽ ബേർഡൻ ഉള്ള ആളാണ് ഇവിടുത്തെ ഒരു ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് ആ ഒരു ഡീലർ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു. ആ ബയറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഡീലർ അതിന് പിന്നെ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇങ്ങനെ ഒരു ഇൻ്റർമീഡിയേറ്ററി അവിടെ വരുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റ് ആകുമ്പോൾ എന്താണ്? നമ്മുടെ ഇൻകത്തിന് നമ്മൾ ഡയറക്റ്റ്ലി പോയി ടാക്സ് അടയ്ക്കുകയാണ്. നമ്മൾ തന്നെയാണ് അവിടെ ബേർഡൻ വരുന്നത്. സോ നമ്മൾ തന്നെ അത് ടാക്സ് അടയ്ക്കുന്നു. ഇവിടെ ഇൻഡയറക്റ്റ് ടാക്സ് വരുമ്പോൾ ഓർക്കേണ്ട കാര്യം, ഇനീഷ്യൽ ബേർഡൻ എന്ന് പറയുന്നത് ഒരാൾക്കും ആൻഡ് അൾട്ടിമേറ്റ് ബേർഡൻ എന്ന് പറയുന്നത് മറ്റൊരാൾക്കും വരുന്നു. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഈ സെയിൽ ടാക്സിൻ്റെത് മാത്രം ഓർത്താൽ മതി. ഇപ്പം ഈ ഒരു ഡീലർ ഇത് ടാക്സ് പേ ചെയ്യണമെന്ന് ഒബ്ലിഗേഷൻ ഉണ്ടെന്നും, അപ്പോൾ ആ ഒരു ടാക്സ് ബയറിൻ്റെ അടുത്തുനിന്ന് വാങ്ങണം. And he will be liable to pay tax even though he has not collected the tax from the person on whom the ultimate burden falls. അൾട്ടിമേറ്റ് ബേർഡൻ ആർക്കാണുള്ളത്? ഈ പറയുന്ന വാങ്ങുന്ന ആൾക്കാണ് അൾട്ടിമേറ്റ് ബേർഡൻ വരുന്നത്. കാര്യം അയാളല്ലേ സാധനം വാങ്ങുന്നത്, അയാൾക്കല്ലേ ആ ഒരു ഇത് കിട്ടുന്നത്, അപ്പം ആ ഒരു ഗുഡ്സ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരാളാണ് ടാക്സ് പേ ചെയ്യാൻ ലയബിളായിട്ടുള്ള ആൾ. അപ്പോൾ ആ ഒരാളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യണം എന്നുള്ളൊരു ഡ്യൂട്ടി ഡീലർക്കുണ്ട്. ഇനി ഡീലർ അത് ചെയ്തില്ലെങ്കിൽ പോലും ഡീലർ എന്ത് ചെയ്യും? ടാക്സ് അടയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് ഇനീഷ്യൽ ബേർഡൻ ഒരാൾക്കും അൾട്ടിമേറ്റ് ബേർഡൻ വേറെ ആൾക്കുമാണ്. ആൻഡ് ഈ ഒരു ഇൻ്റർമീഡിയറി അവിടെ ഉണ്ട്. ഈ ഒരു കാര്യം കൂടെ നമ്മളവിടെ ഓർത്ത് വെക്കുക. ദെൻ നമുക്കിതിൻ്റെ ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ടാക്സ് ആകുമ്പം ഇൻസിഡൻസ് ആൻഡ് ഇമ്പാക്റ്റ് ഫോൾ ഓൺ ദ സെയിം പേഴ്സൺ. ഇൻസിഡൻസും അതിൻ്റെ ഇമ്പാക്റ്റും വരുന്നത് ഒരാൾക്കാണ്. അപ്പോൾ എന്താണ് ഇൻസിഡൻസ്, ഇമ്പാക്റ്റ് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമുക്കിനി അടുത്ത വീഡിയോസിലൊക്കെ പറയാം. അപ്പോൾ ഇവിടെ ഇത്ര ഓർക്കുക, ഇൻസിഡൻസും ഇമ്പാക്റ്റും സെയിം പേഴ്സണിലാണ് ഡയറക്റ്റ് ടാക്സ്. അതായത് ഇപ്പം നമുക്ക് കിട്ടുന്ന ഇൻകം നമ്മളതിന് ടാക്സ് അടയ്ക്കുന്നു. അപ്പോൾ ഇൻസിഡൻസും അതിൻ്റെ ഇമ്പാക്റ്റും ഒരാളിലാണ് വരുന്നത്. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് ആകുമ്പോൾ ഇൻസിഡൻസും ഇമ്പാക്റ്റും 2 ആൾക്കാരിലാണ് വരുന്നത്. ദെൻ
ഈ ഡയറക്റ്റ് ടാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസസ്സി എന്ന് പറയുമ്പോൾ നമ്മൾ ടാക്സ് പെയറിനെയാണ് അസസ്സി എന്ന് പറയുന്നത്. അപ്പോൾ അസസ്സി തന്നെയാണ് അത്തരത്തിലുള്ള ടാക്സുകൾ ബെയർ ചെയ്യുന്നത്. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അകത്തോ ടാക്സ് ഇസ് റിക്കവേർഡ് ഫ്രം ദ അസസ്സി ഹു പാസസ് സച്ച് ബേർഡൻ ടു അനദർ പേഴ്സൺ. ഒരാൾ ഇപ്പം ആ ഒരു ഡീലറിനെ നോക്കുക, ആ ഡീലർ ആണ് അവിടുത്തെ അസസ്സി. ആ അസസ്സി എന്ത് ചെയ്യാണ്, മറ്റൊരാൾക്ക് ആ ഒരു ബേർഡൻ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു അസസ്സിയിൽ നിന്നായിരിക്കും ഈ ടാക്സ് റിക്കവർ ചെയ്യുന്നത്. അതായത് ആരാണോ ആ ബേർഡൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു അസസ്സിക്കായിരിക്കും ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്. മറ്റേ സമയത്ത് നമ്മുടെ സാധാരണ ആരാണോ അസസ്സി, അതായത് നോർമലി ആ ഒരു സർവീസ് കിട്ടുന്ന ആർക്കാണോ ആ ഒരാളാണ് ടാക്സ് അടയ്ക്കേണ്ട കാര്യം ഡയറക്റ്റ് ടാക്സ് ആകുമ്പോൾ. ദെൻ ഡയറക്റ്റ് ടാക്സിൻ്റെ അകത്ത് ലെവീഡ് ഓൺ ഇൻകം ഒക്കെ വരുമ്പോൾ അവിടെ ഇൻകം ടാക്സ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇൻകത്തിൽ നിന്നൊക്കെ നമുക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ ഒരു എബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അകത്താണെങ്കിലോ ലെവീഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്തെങ്കിലും ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് എപ്പോഴും നമ്മുടെ നിന്ന് പിരിച്ചെടുക്കാൻ പറ്റുന്നത്. ആൻഡ് ഈ നമ്മൾ ഇപ്പോൾ സെയിൽസ് ടാക്സ് ആണ് നമ്മൾ പറഞ്ഞത് ഈ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിളായിട്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഓർക്കാം ഗുഡ്സും സർവീസിലാണ് ഇത് ലെവി ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യം. ദെൻ എക്സാമ്പിൾസ് പറഞ്ഞു. ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ എന്താണ്, ഇൻകം ടാക്സും വെൽത്ത് ടാക്സും ഒക്കെയാണ് ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പം GST, കസ്റ്റം ഡ്യൂട്ടി, ഇതൊക്കെയാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇപ്പം നമ്മൾ ഓരോ വാങ്ങുന്ന സാധനങ്ങൾക്ക് GST കൊടുക്കുന്നില്ലേ, അപ്പോൾ അതൊക്കെ ആ ഗുഡ്സിനും സർവീസിനും നമ്മൾ GST കൊടുക്കുന്നുണ്ട്. സോ അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ദെൻ അടുത്തൊരു ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ഇൻ നേച്ചറാണ്. ദാറ്റ് ഈസ് ഹയർ ടാക്സ് ആർ ലെവീഡ് ഓൺ പേഴ്സൺ ഏണിങ് ഹയർ ഇൻകം ആൻഡ് വൈസ് വേഴ്സ. അതായത് പ്രോഗ്രസീവ് ഇൻ നേച്ചർ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്ന ആരാണോ അവരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ടാക്സ് പിരിച്ചെടുക്കുക. ഏറ്റവും കുറച്ച് ഇൻകം കിട്ടുന്ന ആളുടെ നിന്ന് കുറച്ച് ടാക്സ് പേ ചെയ്യാൻ അവർക്ക് ലയബിലിറ്റി ആക്കുക. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് ആകുമ്പോഴോ റിഗ്രസീവ് ആണ്. അതായത് എല്ലാവർക്കും അവരുടെ എബിലിറ്റി ഒന്നും അവിടെ നോക്കുന്നില്ല. അവർ റെൻഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സർവീസിനും ആ ഒരു ഗുഡ്സിനും അനുസരിച്ചാണ് ഈക്വലായിട്ടാണ് വരുന്നത്. ഈ ലയബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ടാക്സിൻ്റെ എമൗണ്ടും എല്ലാം ഈക്വലായിട്ടായിരിക്കും വരുന്നത്. സോ അതാണ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇത്രയാണ് ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് ഓഫ് ടാക്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് 2 ടൈപ്പ് ടാക്സ് ആണ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. ഇതിൽ ഡയറക്റ്റ് ടാക്സിൻ്റെ അകത്ത് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ് ഇൻസിഡൻസ് ആൻഡ് ഇമ്പാക്റ്റ് ഫോൾ ഓൺ ദ സെയിം പേഴ്സൺ. ദെൻ അസസ്സി തന്നെയാണ് ആ ഒരു ടാക്സ് ബെയർ ചെയ്യുന്നത്, ഇൻകത്തിലാണ് ഇത് ലെവി ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ എക്സാമ്പിൾ എന്താണ്, ഇൻകം ടാക്സ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. പിന്നെ അത് പ്രോഗ്രസീവ് ഇൻ നേച്ചറാണ് എന്ന് പറയുമ്പം ഹയർ ടാക്സ് ലെവി ചെയ്യപ്പെടുന്നത് ആരുടെ അടുത്തു നിന്നായിരിക്കും, ഹയർ ഇൻകം ഉള്ള ആളുടെ അടുത്തു നിന്നായിരിക്കും. തിരിച്ചാണെങ്കിൽ അതുപോലെ തന്നെ, അതായത് ലോവർ ഇൻകം ഉണ്ടെങ്കിൽ കുറച്ച് ടാക്സ് അവരുടെ നിന്ന് പിരിച്ചെടുക്കത്തുള്ളൂ. ഇൻഡയറക്റ്റ് ടാക്സ് വരുമ്പോൾ എന്താണ്, ഇൻസിഡൻസും ഇമ്പാക്റ്റും ഡിഫറെൻറ്റ് പേഴ്സൺസിലാണ്. അതുപോലെ തന്നെ ടാക്സ് റിക്കവർ ചെയ്യുന്നത് ആരുടെ നിന്നാണ്, അസസ്സി. ആ അസസ്സി എന്ന് പറയുന്ന ആരാണ്, ഹു പാസസ് സച്ച് ബേർഡൻ ടു അനദർ പേഴ്സൺ. മറ്റൊരാളിലേക്ക് ഈ ബേർഡൻ പാസ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു അസസ്സിയുടെ അടുത്തു നിന്നായിരിക്കും ടാക്സ് റിക്കവർ ചെയ്യുന്നത്. ദെൻ ഇവിടെ ഗുഡ്സും സർവീസിനൊക്കെയാണ് ഈ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ലെവി ചെയ്യപ്പെടുന്നത്. ആൻഡ് അതിന് എക്സാമ്പിളാണ് GST, കസ്റ്റം ഡ്യൂട്ടി എന്നൊക്കെ ഉള്ളത്. പിന്നെ അത് റിഗ്രസീവ് ഇൻ നേച്ചറാണ് എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരേ അവരുടെ സർവീസും ആ ഒരു ഗുഡ്സും കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അവിടെ ലയബിലിറ്റി വരുന്നത്, അല്ലാതെ അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചല്ല. സോ ഇതാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാലൻസ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ PDF നോട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക, അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.